എന്തെടുക്കുന്നു മാഡം? ഇപ്പൊ ഫോണില് സംസാരിക്കുന്നു സർ. ബെസ്റ്റ്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെ മറുപടി. പറയണം സർ. ഒരു കാര്യം മനസ്സ് തുറന്നറിയാൻ വേണ്ടി വിളിച്ചത്. ഓപ്പൺ ഹാർട്ട് സർജറി ആണോ ഡോക്ടറെ? അങ്ങനെ കൂട്ടിക്കോ. എന്നാ ചോദിക്ക്, കേക്കട്ടെ. നാളെ ദിവ്യപ്രഭയുടെയും പ്രവീണിന്റെയും കല്യാണം നിശ്ചയോ? അറിയാം. ഞാനും ചെല്ലണമെന്ന് അമ്മയ്ക്ക് ഒരേ വാശി. പോണം. അല്ല, അതിന് അനുവിന് എന്തെങ്കിലും വിഷമം? എനിക്കെന്ത് വിഷമം? നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങല്ലേ, ഉറപ്പായിട്ടും പോണം. അറിയാതെ ഒരു ആവേശത്തിന് മുറപ്പെണ്ണിന് ഞാനൊരു അടി കൊടുത്തു പോയതാ. ഇനി നേരിട്ട് കാണുമ്പോ വേണം അതിനൊരു മാപ്പ് വരാൻ. തന്റെ ഈ സ്വഭാവം എനിക്ക് വലിയ ആശ്വാസമാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം, സ്വർണത്തിന് സുഗന്ധം വെച്ചതുപോലെ ആവണം. ആ, ഹോസ്പിറ്റലിൽ നിന്നൊരു കോളുണ്ട്, ഞാൻ വിളിക്കാമേ. ശരി ബിസി മാൻ. ഓക്കെ. മുഖം എന്താ ലക്ഷ്മി വല്ലാതിരിക്കുന്നത്? എത്ര വലിയ ചടങ്ങായിരുന്നു ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ട ചടങ്ങ്. ചടങ്ങൊക്കെ ഗംഭീരമായിരുന്നു, പക്ഷെ പുളിശ്ശേരി ഒരു ലാസ്റ്റ് കേട് സാധനം. പിന്നെ പായസത്തിന്റെ ഒപ്പമുള്ള ബോൾ എനിക്ക് കിട്ടിയുമില്ല. പിന്നെ പാറമട മുതലാളുടെ മകളുടെ കല്യാണം അയച്ചുകൊണ്ടായിരിക്കാം ചോറിലാണെങ്കിൽ നിറച്ച് കല്ലും. ഒന്നും മിണ്ടാതിരി മനുഷ്യ. അല്ല പറയേണ്ടത്. എടാ, കണ്ടില്ലേ നീ? കണ്ണു തുറന്ന് കണ്ടില്ലേ? അന്തസ്സുള്ള കുടുംബക്കാര് തമ്മില് കൈകോർത്ത് നിൽക്കുന്നത്. അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? അതേടാ, ഇപ്പൊ കേട് അമ്മയ്ക്ക് തന്നെയാ. കേടില്ലാത്ത ഒരു അച്ഛനും അമ്മയും കിട്ടാൻ പോവല്ലേ? നീ എന്തൊക്കെയാ ലക്ഷ്മി ഈ പറയുന്നത്? നിന്റെ ആങ്ങളയുടെ മകള് ജസ്റ്റിസിന്റെ മരുമകളാകുന്നത് നല്ല കാര്യം, സന്തോഷം. ദിവ്യമോളെ പോലെ തന്നെ നല്ലൊരു പെൺകുട്ടിയാ ഇവിടേക്കും വരുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ആത്മഹത്യ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മ എത്ര വട്ടം ആത്മഹത്യ ചെയ്യേണ്ടി വന്നാന്? നിങ്ങളുടെ അമ്മയ്ക്ക് എന്തോ പറ്റിയത്? ഒന്നും പറ്റിയില്ല. നിലവിളക്ക് പോലത്തെ ഒരു മരുമോളെ കിട്ടി, പക്ഷേ പ്രകാശിക്കൂലെന്ന് മാത്രം. എന്താ എന്താ പറഞ്ഞേ? മിണ്ടായിക്കടി. ദൈവത്തെ ഓർത്ത് ഇത്തിരി മനസമാധാനം തരൂ. നീ ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്കറിയാടാ. അല്ലെങ്കിലും പെണ്ണ് കെട്ടുമ്പോ എല്ലാ മക്കൾക്കും പെറ്റമ്മയൊരു സ്വസ്ഥതക്കേടാ. അമ്മേ, നിനക്ക് സ്വസ്ഥത കിട്ടാൻ അമ്മ നാവടക്കണം അല്ലേടാ? ചെന്ന് സ്വസ്ഥമായിട്ടിരുന്ന് സ്വപ്നം കണ്ടോ? ഒരു കല്യാണ ചെക്കൻ. അളിയന്റെ സമയം ഒത്തിരി ഡേഞ്ചറാണ്. ഇതൊക്കെ ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി അങ്ങോട്ട് കളഞ്ഞേക്കണം. അളിയൻ അച്ഛൻ പറയണ അനുസരിച്ച് നല്ല കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണം. ഞങ്ങളൊക്കെ ഉണ്ട് കൂടാ, ധൈര്യമായിട്ടിരിക്കും. അല്ല പിന്നെ
ഏയ് ഇല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. പ്ലീസ്. ഹലോ ഹലോ. എല്ലാമേ ഓക്കെ. എന്താ മോനെ? ഒന്നുമില്ല, ഒന്നുമില്ലമ്മേ. നിന്റെ അമ്മയോടാണോ നീ പറയുന്നത്? മക്കളുടെ ഉള്ളു വേവുമ്പോ പൊള്ളുന്നത് അമ്മമാരുടെ നെഞ്ച. മോനെ, അനുക്കുട്ടി നാളെ പോകുന്നതിന്റെ സങ്കടം കൊണ്ടാ നീ ഇങ്ങനെ പതറി നിൽക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം. എന്നാലും നീ ഇങ്ങനെ മാറി നിൽക്കരുത്. അകത്തേക്ക് വാ, അല്ലെങ്കിൽ കുഞ്ഞെന്ത് വിചാരിക്കും? വാ മോനെ, വാ. അങ്ങനെ അടുത്ത ദിവസം മുതൽ നമ്മൾ ബന്ധുക്കളാ. അതെ, ഇത് അതിന്റെ ഒരു തുടക്കമാണ്. അല്ല, പ്രവീൺ മോൻ ഇവിടെ കണ്ടില്ലല്ലോ. അവൻ കൂട്ടുകാരുടെ പുറത്തു പോയിരിക്കുക. ന്യൂജൻ പിള്ളേരല്ലേ, അടിച്ച് പൊളിക്കട്ടെ തന്നെ. ആ, പൊളിക്കട്ടെ പൊളിക്കട്ടെ. ആ പരമേശ്വർജി, നാളത്തെ കാര്യമെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, എല്ലാം പക്ക. ഞാൻ എന്തു പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് വണ്ണം തെറ്റാതെ നാളെ സംഭവിച്ചിരിക്കും. എനിക്കത് കേട്ടാ മതി. ശത്രുക്കളുടെ കണ്ണിൽ നിന്നും ചോര പൊടിയുന്നത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കണ്ടാ മതി. കാണാം. നേരെ ഒന്ന് ഇരുട്ടി വെളുത്തോട്ടെ. അധിക്ഷേപിക്കുന്നവന്റെ മുമ്പിൽ നിവർന്നു നിന്ന് വെല്ലുവിളിച്ച ശീലമേ പരമേശ്വരനുള്ളൂ. അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽക്കേ കൈലാസത്തിനുള്ളൊരു പാരമ്പര്യമാത്. ഈ നന്ദനും മകളും മാത്രമല്ല, നന്ദന്റെ മരുമകനും എന്റെ ശത്രു. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഈ ന്യായാധിപൻ. മതി, ഈ ഒരു ധൈര്യം മതി എനിക്ക്. എന്നാ ഇറങ്ങട്ടെ. പോകുന്ന വഴി കുതിരപ്പന്തിലൊന്ന് കയറണം, പെങ്ങളെ ഒന്ന് കാണണം. അതെ, 2 വീശിയിട്ട് വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിക്കണം. ഹൈവേ പെട്രോളിംഗ് സ്ട്രോങ്. ഇനി എനിക്ക് എന്തോന്ന് പേടിക്കാൻ. അതെന്താ? സ്വന്തമായിട്ടൊരു ജില്ലാ കോടതിയും ജില്ലാ ജഡ്ജിയും ഇല്ലേ. അപ്പോ ശരി, ആയിക്കോട്ടെ. എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പെങ്ങളെ, കല്യാണത്തലേന്ന് രാത്രി എനിക്കിവിടെ എന്താ കാര്യം എന്നായിരിക്കും അല്ലേ? ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് ഏട്ടന്റെ കൂടെ വീടല്ലേ? ഓ, അങ്ങനെ. സേന, നാളെ നമ്മുടെ കുടുംബത്തിൽ 2 മംഗളകർമ്മങ്ങൾ നടക്കാൻ പോവാ. അതിനിടയിൽ നമുക്ക് ആർക്കും ആരോടും ഈർഷ്യോ പ്രശ്നങ്ങളോ ഒന്നും വേണ്ട. അയ്യോ, ഞാൻ സമ്മതിച്ചേ. ഞാൻ വഴക്കിനൊന്നും വന്നതല്ല. ഇവിടെ വിപിനെന്തേ? ഡോക്ടർ വിപിൻ, എന്റെ മരുമകൻ. അവൻ പുറത്തേക്ക് പോയിരിക്കാം അമ്മാവ. പോയിട്ട് വരുമായിരിക്കും അല്ലേ? കണ്ടില്ലേ, എന്റെ ഏട്ടൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇതാണ് സ്നേഹം. ഇതാണ് ബന്ധങ്ങൾക്കിടയിലുള്ള വലിപ്പവും മതിപ്പും. ഈ സ്നേഹം എന്റെ മോൻ തട്ടിത്തെറിപ്പിച്ചത് പുറങ്കാലുകൊണ്ട്. നീ പിന്നെ ഇത് തന്നെ പറയുന്നത് എന്തിനാ ലക്ഷ്മി? അവന്റെ അമ്മാവനോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. ദിവ്യ അവന് ഇഷ്ടമാണ്. പക്ഷെ അത് അവര് കരുതിയ ഇഷ്ടമായിരുന്നില്ല എന്ന് മാത്രം. ഓ, ആരും കരുതാത്തൊരു ഇഷ്ടം. അച്ഛൻ വീണ്ടും അവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ? ഞാൻ പിന്നെ എന്ത് വേണം? നാളെ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അതിന്റെ തലേ രാത്രിയിലും അവനെ ഇങ്ങനെ ഒറ്റപ്പെടുത്താന്ന് വെച്ചാൽ? ഇവിടെ ആരും അവനെ ഒറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ദേ, ഇനി ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എന്റെ ആങ്ങള ഈ രാത്രിയിൽ ഇവിടെ വന്ന് പറഞ്ഞില്ലേ,
നാളെ അവനെ അനുഗ്രഹിക്കാൻ കതിർമണ്ഡപത്തിൽ എത്തൂന്ന്. അത് കേട്ടപ്പോ എന്റെ നെഞ്ചൊന്നു വിങ്ങി. അത് വിങ്ങും. കാരണം മുറിഞ്ഞതും നൊന്തതും ചോര പൊടിഞ്ഞതും ഒക്കെ എന്റെ ആങ്ങളയുടെ ഹൃദയത്തില. അത് മറ്റുള്ളവർക്ക് ആർക്കും കാണാൻ പറ്റില്ല. ലക്ഷ്മി, ഇവിടെ ആരും ആരെ അന്യരായിട്ട് കണ്ടിട്ടില്ല. എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. ആരും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. 2 പേർ ചേർന്ന് മുന്നോട്ട് ജീവിത അവസാനം വരെയുള്ള ഒരു യാത്രയാണ് കുടുംബജീവിതം. അതിന് ബിബിൻ ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയുമായി അവൻ എങ്ങനെ മുന്നോട്ടു പോകും? അവന്റെ ജീവിതത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ? നീ നിന്റെ ആങ്ങളയുടെ മനസ്സിൽ വീണ മുറിവിനെ പറ്റി ചിന്തിക്കുന്നു. സ്വന്തം മകന്റെ മനസ്സിലെ തീ നീ എന്താ കാണാത്തത്? ഞാനൊന്നും പറയുന്നില്ല. പറയാതിരിക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ എന്റെ മോളോട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഒരുപാട് അഭിപ്രായം പറയണ്ട. പലതവണ ഞാനിത് സൂചിപ്പിച്ചതാ. വിപിന്റെ ജീവിതം വിപിന്റേതാണ്, അമ്മയുടെ പെങ്ങളുടെ അല്ല. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് വേണ്ടെന്നാ പറഞ്ഞത്. ആ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. എടോ, ഞാൻ കാണുമ്പോഴോ സംഭവ സ്ഥലത്ത് കലാപരിപാടികൾ ലൈവായിട്ട് കാണാൻ ഞാൻ അവിടെ ഉണ്ടാകും. ശത്രുവിന്റെ കരച്ചിലും കണ്ണുനീരും ക്ലോസ് റേഞ്ചിൽ കാണുന്നത് അതൊരു സുഖമാടോ. ആ, അപ്പൊ ശരി. ആ, താൻ കൃത്യസമയത്ത് തന്നെ വരണം. ആ, ഓക്കെ. ഗുഡ് നൈറ്റ്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ ദേഷ്യപ്പെടും. തല്ല് കിട്ടേണ്ട കാര്യമാണെങ്കിൽ തല്ലും കിട്ടും. ഞാൻ പറയുന്ന ഒന്ന് ക്ഷമയോടെ കേൾക്കണം. ആ, പറ. നാളെ പ്രവീണിന്റെ കല്യാണം. അയ്യോ, ഞാനതറിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, അവനോട് ഒന്ന് പറയണ്ടേത്. ഏവനോട്? പ്രതാപനോട് നിശ്ചയം പോലും പറഞ്ഞില്ല. വേണ്ട.
ആരാ? എന്തു വേണം? நீ ஜஸ்டிஸோட புள்ள தானே? അതെ. வாப்பா கொஞ்சம் பேசணும். வாப்பா கொஞ்சம் பேசணும். வாங்க சார், சொல்றேன் இல்ல, வாங்க. வா, பேசணும்னு சொல்றேன்ல, வா வா. வா வா. ആഹാ, അമ്മക്കുട്ടിയുടെ പൊന്നുമോള് സുന്ദരിയായല്ലോ. ഇപ്പോഴാണോ ഞാൻ സുന്ദരിയായ? അല്ല, എന്റെ മോള് എപ്പോഴും സുന്ദരിയല്ല. എന്നാലും എന്റെ അമ്മക്കുട്ടിയുടെ അത്ര സുന്ദരിയാവില്ലല്ലോ. ആണടാ. എപ്പോഴായിരുന്നു? സേനേട്ടാ, എന്താ? ശരി, എന്താന്ന്? ഞാനിപ്പോ വരാം. ആ ചേച്ചി, കുറച്ച് ലേറ്റ് ആയി. ശരി, അങ്ങോട്ടിരുന്നോളൂ. ശരി. എന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറ. സേനനും ഭാര്യ ആ പെൺകുട്ടിയെ അപ്പുറത്തിരിപ്പുണ്ട്. മുഹൂർത്ത സമയമാവുമ്പോ കല്യാണ ചെക്കൻ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാനാ? ഞാൻ എന്തു പറയണോ നീ പറ. കല്യാണ ചെറുക്കൻ കല്യാണത്തിന്റെ തലേ രാത്രി കറങ്ങാൻ പോയിട്ടും നിങ്ങൾ തന്നെയല്ലേ അവനോട് പൊയ്ക്കോളാൻ പറഞ്ഞത്? അത് ശരിയാ. ബാച്ചിലേഴ്സ് പാർട്ടി ഉണ്ട്, മണ്ണാങ്കട്ടയിടന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എവിടെ പോയി പണ്ടാരോടങ്ങിന്ന് വെച്ചാ ഞാൻ തരേണ്ടത്. പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. പോലീസിലെ നമ്മളുടെ വിശ്വസ്തരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. കല്യാണ ചെറുക്കനെ കല്യാണ ദിവസം കാണാനില്ലെന്ന വാർത്ത പുറത്തു വന്നാൽ എനിക്കുണ്ടാവുന്ന നാണക്കേടിനെ കുറിച്ച് നിനക്കറിയില്ല. സാറേ, ഞാനൊരു വാർത്ത കേട്ടു. അത് സത്യമാണോ? എന്ത് വാർത്തയാ കേട്ടത്? സാർ ഇതുവരെ ഒന്നും അറിഞ്ഞില്ല എന്നാണ് എന്നോട് പറയുന്നത്. ഇന്ന് എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടേണ്ട സാറിന്റെ മകൻ പ്രവീണിനെ കാണാനില്ലെന്ന്. കടൽ തീരത്ത് അനാഥമായി കിടക്കുന്ന ഒരു ജീപ്പ് മാത്രം കിട്ടിയെന്ന്. കല്യാണത്തിൽ പങ്കെടുക്കാമെന്ന പലരും ഫോണിൽ വിളിച്ച് പറയുന്നത് പ്രവീൺ എന്തോ സംഭവിച്ചെന്നാ. ആളുകളൊക്കെ പറയുന്നത് പെണ്ണിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പ്രവീൺ നാടുവിട്ടുന്ന. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് മോശക്കാരൊന്നുമല്ല കുതിരപ്പന്തി വീട്ടിൽ ചന്ദ്രസേനും മകളും. സാർ എന്തെങ്കിലും ഒന്ന് പറയും. സേന താനൊന്നടങ്ങ്. സേനനോ സേനന്റെ മകളോ കുതിരപ്പന്തി വീടോ മോശക്കാരാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മോശം വീട്ടിൽ നിന്നൊരു ബന്ധത്തിനെ കൈലാസം വീട്ടിൽ ജസ്റ്റിസ് പരമേശ്വരോട്ട് വരുത്തൂല്ല. സമം സമം, തണ്ടിക്ക് തണ്ടി.
സമാസമം നിൽക്കുന്ന ആളുകളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ഒരു രീതി. സാറേ, അങ്ങനെ തോളോട് തോൾ ചേർന്ന് നിന്നു പറഞ്ഞിട്ട് കാര്യം എന്താ? ഇരു ചുമലും ഇടിഞ്ഞു തൂങ്ങിപ്പോയില്ലേ? പ്രവീണനെ കാണാനില്ല എന്ന വാർത്ത സത്യമാണെങ്കിൽ ഞാൻ എന്റെ മോളെയും കൂടി തിരിച്ചു പോണ്ടേ? സാറിനറിയാലോ, എന്റെ പെങ്ങളോടും പെങ്ങളുടെ മകനോടുള്ള വാശിക്ക് പുറത്താ ഇത്ര പെട്ടെന്ന് ഞാൻ ഈ കല്യാണം ഉറപ്പിച്ചത്. പിന്നെ സാറിനെ അപമാനിച്ച നന്ദനെയും മോളെയും തോൽപ്പിക്കാനല്ലേ നമ്മൾ ഈ ബന്ധം ഉറപ്പിച്ചത്. ആഹാ, പ്രവീൺ വന്നോ? ഓ ദൈവമേ, അപ്പൊ എല്ലാ ടെൻഷനും തീർന്നു. വന്നത് പ്രവീണല്ല, പിന്നെ അത് വന്നത് പ്രതാപനാ. പ്രതാപനോ? അതാരാ? അല്ല, ആരായി പ്രതാപൻ? അല്ല, ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. എനിക്ക് ആൺമക്കൾ രണ്ടാ. രണ്ടോ? സാർ എന്തൊക്കെയായി പറയുന്നേ? അതെ സേന, രണ്ട് ആൺമക്കളുടെ അച്ഛനാട്ടോ ഞാൻ. അപ്പോ എന്തിനാ ഒരു മകനെ കൂടി ഉണ്ടെന്നുള്ളത് എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? അല്ല, ആ കഥയൊക്കെ പിന്നെ പറയാം. എന്തായാലും കൃത്യസമയത്തോ വന്നല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സെൻ, ഇങ്ങോട്ട് വാ. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. എല്ലാം ശബരിമല ശാസ്താവിന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടക്കും. തിരുമേനി തന്നെ ചടങ്ങ് നടത്തി തരേണ്ടതായിരുന്നു. ഓ, അത് സാരമില്ല. ഞാൻ മനസ്സുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അനുമോളുടെ എല്ലാ നന്മകൾക്കും വേണ്ടി കുറച്ച് പൂജകളും മറ്റും നടത്താനുണ്ട്. എല്ലാം മംഗളമാകും. എന്നാ ഞാൻ ഇറങ്ങുക. അങ്ങനെ ആവട്ടെ തിരുമേനി. എന്താ സാർ, പ്രവീണിനെ പറ്റി എന്തെങ്കിലും വിവരം? പ്രവീണിനെ പറ്റി ഒന്നും പറയാനല്ല സേന നിങ്ങളെ ഞാൻ വിളിച്ചത്. ഈ കല്യാണം എങ്ങനെ നടത്തണമെന്നുള്ളതിനെ കുറിച്ച് പറയാനാ. ഇത് കൈലാസം പരമേശ്വരന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. എനിക്ക് ജയിച്ചേ പറ്റൂ. എനിക്ക് മാത്രമല്ല, കുതിരപ്പന്തി വീട്ടിൽ ചന്ദ്രസേനനും. അല്ല, സാറ് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ദിവ്യപ്രഭയുടെ കല്യാണം നടക്കണം. അതും സേനന്റെ പെങ്ങളുടെ മകന്റെ താലികെട്ടിന് മുമ്പേ. വേണ്ടേ? വേണം. എനിക്കും എന്റെ മകന്റെ പേരിൽ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നടക്കണം. അതായത് എന്റെ വീട്ടിലേക്ക് കുതിരപ്പന്തി വീട്ടിലെ പെൺകുട്ടി വലതുകാല് വെച്ച് ഇന്ന് തന്നെ വന്ന് കയറണം. വേണ്ടേ? വേണം. പക്ഷേ അതിന് പ്രവീൺ എവിടെ? കുതിരപ്പന്തി വീട്ടിലെ സേനൻ എന്റെ ബന്ധുവായി വരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞുറപ്പിച്ചത്. എന്റെ മകൻ സേനന്റെ മരുമകനും സേനന്റെ മകൾ എന്റെ മരുമകളും ആകുന്നുവെന്ന്. അതെ, അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞുറപ്പിച്ചത്. അതിനിപ്പോ പ്രവീണിന് പകരം എന്റെ മൂത്ത മകൻ പ്രതാപൻ ദിവ്യപ്രഭയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. സേനൻ എന്തു പറയുന്നു?
സാറ് എന്തൊക്കെയായി പറയുന്നേ? ഏയ്, അങ്ങനെ എടുക്കാച്ചിറക്കായി വീട്ടിലിരിക്കുന്ന പെണ്ണൊന്നുമല്ല എന്റെ മോള്. സേനൻ ആവേശം കൊള്ളണ്ട. പ്രവീണിനേക്കാൾ യോഗ്യനാണ് എന്റെ മൂത്ത മകൻ പ്രതാപൻ. പിന്നെ ഈ കല്യാണം നടന്നില്ലെങ്കിൽ കപ്പൽ കയറുന്നത് എന്റെ മാനം മാത്രമൊന്നുമല്ല, നിങ്ങളുടെയും കൂടെ. കലക്കിയട പ്രതാപ, കൃത്യമായിട്ടുള്ള നിന്റെ ലാൻഡിംഗ്. ജസ്റ്റിസ് കൈലാസം പരമേശ്വരന് നിന്നെ വേണ്ടായിരുന്നു. അയാൾക്ക് പ്രിയം ഇളയ മകനെ മാത്രം. ലോകം മുഴുവൻ ചുറ്റി വന്നിട്ടും മാമ്പഴം കിട്ടാതെ പഴനിമലയിലേക്ക് പറന്നുപോയ വേൽമുരുകന്റെ ജന്മമായി പോയി നിന്റേത്. പക്ഷേ ഇന്നത്തെ ദിവസം നിന്റേതാണ്. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനി വരുന്ന എല്ലാ ദിവസങ്ങളും. പ്രവീൺ ചേട്ടന്റെ ചേട്ടനെ എനിക്ക് കാണുക പോലും വേണ്ട. അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടിക്കോട്ടെ. പക്ഷെ അനുവിന്റെ കഴുത്തിൽ ഡോക്ടർ വിപിന്റെ താലി വീഴുന്നതിന് മുന്നേ അത് നടന്നിരിക്കണം. അത്രമാത്രം. മോളെ, നീ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയോ സംസാരിക്കുന്നത്? എന്ത് ഗൗരവം? എന്റെ ജീവിതത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെന്നുള്ള വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. കല്യാണ ദിവസം മുഹൂർത്തത്തിന് 10 മിനിറ്റ് മുന്നേ വരൻ മാറുന്നതിന്റെ ഗൗരവം എനിക്കറിയാം. ഡോക്ടർ വിപിന്റെയും ശങ്കരമംഗലത്തെ ആ തെമ്മാടി പെണ്ണിന്റെയും കല്യാണം കഴിയുന്നതിന് മുന്നേ എന്റെ കല്യാണം നടന്നിരിക്കണം. എന്റെ കഴുത്തിൽ താലി വീണിരിക്കണം. ഇല്ലെങ്കിൽ ഈ ജന്മത്തിന് എനിക്കൊരു കല്യാണം വേണ്ട. കല്യാണം നടക്കാതെ തിരിച്ചു പോവേണ്ടി വന്ന കുതിരപ്പന്തി വീട്ടിൽ ഇന്നെന്റെ അവസാനം സംഭവിച്ചിരിക്കും. അത് വേണോ? എന്താ അച്ഛാ? അച്ഛന് ഇനി സംശയമാണോ? ഞാൻ റെഡിയാ. മതി മോളെ, ഇനി അച്ഛന് ഒരു പ്രശ്നവുമില്ല. ഈ ലോകം മുഴുവൻ തോൽപ്പിക്കാൻ വന്നാലും സേനൻ ജയിച്ചു തന്നെ നിൽക്കും. നിന്റെ ഈ ഒരൊറ്റ വാക്ക് മാത്രം മതി എനിക്ക്. വിഷമിക്കല്ലേടി. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. നിശ്ചയിച്ചുറപ്പിച്ച അതേ മുഹൂർത്തത്തിൽ നമ്മുടെ മോളുടെ കല്യാണം നടക്കും. ഞാനത് പരമേശ്വര സാറിനോട് ഒന്ന് പറഞ്ഞിട്ട് വരാം. ഹലോ, ഞാൻ പ്രതാപൻ. പ്രതാപ്. ഓടുന്ന വണ്ടിയിൽ ചാടിക്കേറിയവനാണേ. അയ്യോ, ഇതല്ലല്ലോ പയ്യൻ. പരമേശ്വരൻ സാറിന്റെ ഇളയ മോനല്ലായിരുന്നോ പ്രവീൺ? എടോ, ആ ചെക്കനെ കാണാനില്ല, ഇത് മൂത്ത മോനാ. ആണോ? ആ, ഭാഗ്യത്തിന് മൂത്തമോൻ സമയത്തിനെത്തി. ജസ്റ്റിസിനൊരു സ്റ്റെപ്പിന് മോനുണ്ടായത് നന്നായി, അല്ലെങ്കിൽ ചുറ്റി പോയനെ.
എവിടെ? ഏട്ടൻ വന്നു. ഏട്ടാ, ഓ ഇപ്പഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. നാത്തും വന്നില്ലേ ഏട്ടാ? ഇല്ല, അവിടെയും ചടങ്ങുകൾ നടക്കുകയല്ലേ. പെങ്ങളെ, ഇതാണ് ജസ്റ്റിസ് പരമേശ്വര സാറ്. നമസ്കാരം. നമസ്കാരം. എന്റെ പെങ്ങളാ. ഓ ഏട്ടാ, അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിന്നൊക്കെ പറയുന്നു. എന്ത് പ്രശ്നം? എന്റെ മോളുടെ കല്യാണം അന്തസ്സായി നടന്നു. സാറ് വരണം. ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാം. ഏട്ടാ, ദക്ഷിണ വാങ്ങാൻ വേണ്ടി. ദക്ഷിണക്ക് പിന്നെയും വാങ്ങാടി. സാറ് വരണം. എന്താ സർ കാര്യം? പറയാം. ഡോക്ടറുടെ സഹപ്രവർത്തകയും മുൻ കാമുകിയുമായിരുന്ന ഡോക്ടർ നീലിമ നടരാജൻ ഇന്ന് വെളുപ്പിനെ ആത്മഹത്യക്ക് ശ്രമിച്ചു. കുറച്ച് ഉറക്കഗുളികൾ വാങ്ങിക്കഴിച്ചത്. സീരിയസ് ആണ്. വഞ്ചന, വാഗ്ദാന ലംഘനം, കൂടുതൽ സ്ത്രീധനം മോഹിച്ച് വിവാഹത്തിൽ നിന്നുള്ള പിന്മാറ്റം. ഡോക്ടർക്കെതിരെ ഇട്ടിരിക്കുന്ന വകുപ്പുകളെല്ലാം സ്ട്രോങ് ആണ്. നോൺ ബെയിലബിൾ ഒഫൻസ്. നന്ദേട്ടാ, മോള് വിഷമിക്കാതെ, ഒന്നും വരില്ല. വാ
ആ MLA പിയാണ്. ഹലോ ഹലോ, ആ ഞങ്ങളിവിടെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അതേ, MLA-നോടൊന്ന് അടിയന്തരമായിട്ട് ഇടപെടാൻ പറയണം. അളിയനെ കെട്ടുകഴിഞ്ഞാൽ ഉടനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇരുത്തിയൊക്കെയാണ്. ആകെ മോശം അവസ്ഥയാണ്. ആ ശരി ശരി, ഒന്ന് വിളിക്കണേ. ഓക്കെ. നന്ദേട്ടനാണ്. അല്ല, നന്ദേട്ടൻ എന്തിനാ ഇവരെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഒന്നും പേടിക്കണ്ട, ഞാൻ MLA-നെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അകത്ത് കയറി ഒന്ന് സംസാരിച്ചാ ഉടനെ നമുക്ക് പോകാനും പറ്റും. ധൈര്യമായിട്ടിരിക്കും. എങ്ങനെയെങ്കിലും വിപിനേട്ടനെ രക്ഷിക്കണം. ഇതൊരു കള്ളക്കേസാ, എനിക്കറിയാം. എനിക്കും അറിയാടാ. നിനക്കെന്ന് മനസ്സിലായല്ലോ. ഇതിന്റെ പേരില് നീ പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ കരുതിയിരുന്നത്. എങ്ങനെയും അച്ഛൻ വിപിനെ ഇവിടെ നിർക്കിയിരിക്കും.